എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 1-ാം വാക്യം. നഹൂം 2:1. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ച് നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നോമ്പിൻ്റെ മറ്റൊരു ധ്യാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ഇതുപോലെ ഉള്ള ഭാഗം ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ മറ്റെവിടെയും കണ്ടെത്താനാവില്ല. ഇതിൻ്റെ കാതലായ ഭാഗം നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക എന്നുള്ളതാണ്. സാധാരണ തയ്യാറെടുപ്പ് കൊണ്ട് ഒരു പ്രയോജനവും ചെയ്യാത്ത വിധം ഗൗരവമേറിയ ഒരു പ്രതിയോഗിയാണ് നിനക്കെതിരെ വരുന്നത്. സംഹാരകൻ അഥവാ കഷ്ണങ്ങളായി തകർക്കാൻ ഒരുമ്പിടുന്നവനാണ് നിനക്കെതിരെ കയറി വരുന്നത്. അങ്ങനെ ഛിന്ന ഭിന്നമായി നീ തകർക്കപ്പെട്ടാൽ പിന്നെ പൂർവ്വസ്ഥിതിയിലാകുക എന്നത് അസാധ്യമാണ്. അങ്ങനെ ഒരു പ്രതിയോഗിയെ നേരിടാൻ സാധാരണ തയ്യാറെടുപ്പുകൾ മതിയാകുകയില്ല. വളരെയധികം ശ്രദ്ധയോടെ വേണം നീ പോരാടേണ്ടത്. നിന്റെ ജീവിതത്തിൽ സമൂലമായ അഴിച്ചുപണി നടത്തണം. എല്ലാ വശങ്ങളും പരിശോധിക്കണം. ശത്രുവിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു ബലഹീന വശവും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത് പറയുന്നു, കോട്ട കാത്തുകൊള്ളുക. നിന്നെയും നിനക്കുള്ളതിനെയും ചുറ്റി ഭദ്രമാക്കി ഉറപ്പിക്കുന്ന ഒരു ചുറ്റുമതിലുണ്ട്. ഇയ്യോബിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഇയ്യോബിനെ ചുറ്റി ദൈവം ഒരു വേലി നിർമ്മിച്ചിരുന്നു എന്ന് സാത്താൻ ദൈവസന്നിധിയിൽ പറയുന്നു. അതായത്, നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റി വേലി കെട്ടിയിട്ടില്ലയോ? ഇതാണ് ദൈവത്തോട് സാത്താൻ ചോദിച്ചത്. നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇയ്യോബിനെ തൊടാൻ സാത്താന് സാധിക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. രക്ഷയാ മതിലിനുള്ളിൽ, സ്തുതിയാകുന്ന വാതിലുകളിൽ ചുറ്റപ്പെട്ട് പാർക്കുമ്പോൾ നീയും നിനക്കുള്ള സകലവും സുരക്ഷിതമാണ്. നിന്റെ കോട്ട ഒന്ന് പരിശോധിക്കുമോ? എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതയുണ്ടെങ്കിൽ, അറിയാതെ എന്തെങ്കിലും ഇടിഞ്ഞു കിടപ്പുണ്ടോ? അങ്ങനെയുള്ള അശ്രദ്ധമായ ഇടങ്ങളിലൂടെയാണ് ശത്രു അകത്ത് കയറുന്നത്. പണ്ട് നല്ല നിലയിലായിരുന്ന കോട്ട കാലപ്പഴക്കം കൊണ്ടും അശ്രദ്ധ കൊണ്ടും അവിടെ ദ്രവിച്ചും ഇടിഞ്ഞും ഇരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് നോമ്പിൻ്റെ നാളുകളിൽ. പൂർണ്ണമായും ശോധന ചെയ്ത് പ്രാർത്ഥന കോട്ടയിലെ വിടവുകൾ അടയ്ക്കണം. കയ്പിനും അസൂയയ്ക്കും വാശിക്കുമൊക്കെ സ്ഥാനം കൊടുത്ത് അവിടെ വിടവുകൾ നമ്മൾ അറിയാതെ തന്നെ ഉണ്ടായി എന്നിരിക്കും. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. സദൃശവാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നു. 18-ാം അധ്യായത്തിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കത്തക്കവണ്ണം കർത്താവ് നമുക്ക് ചുറ്റും ഒരു കോട്ട സൃഷ്ടിച്ചിട്ടുണ്ട്. ഹൃദയം ക്ഷീണിച്ച് ഭൂമിയുടെ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയിലുള്ള നമുക്ക് രക്ഷയാം കോട്ട, പ്രാർത്ഥന കോട്ട, യേശു നമുക്ക് വേണ്ടി തീർത്തിരിക്കുന്ന രക്തക്കോട്ട, ഇത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ എത്രത്തോളം ഉറപ്പിച്ച് നിർത്താൻ മതിയായതാണ്. നമുക്കതിനോടുള്ള ബന്ധം എങ്ങനെയാണ് എന്നതാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, വഴി സൂക്ഷിച്ചു നോക്കുക. നമ്മൾ പോകേണ്ടുന്ന വഴിയിലാണോ ഇന്ന് പോകുന്നത്? പരിപൂർണമായും ദൈവഹിതത്തിന് വിധേയപ്പെടുത്തിയാണോ?
നമ്മുടെ വഴി ക്രമീകരിച്ചിരിക്കുന്നത്? ദൈവം അനുഗ്രഹിച്ചു വിട്ട വഴിയാണോ? ഉദാഹരണമായി അബ്രഹാം എലയാസറിനെ ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ അയച്ചു. അത് ദൈവം അനുഗ്രഹിച്ചു വിട്ട വഴി തന്നെയായിരുന്നു? അതോ ദൈവം അനുവദിച്ച് വിട്ട വഴിയിലൂടെയാണോ പോകുന്നത്? ബിലയാമിനോട് ആദ്യമേ ദൈവം തന്റെ ഹിതം വെളിപ്പെടുത്തി കഴിഞ്ഞു. എങ്കിലും അവന്റെ കടുത്ത ദ്രവ്യാഗ്രഹവും നിർബന്ധവും കാരണം ദൈവം അവനെ പോകാൻ അനുവദിച്ചു. ഈ രണ്ടും തമ്മിലുള്ള അന്തരം വ്യക്തമാണ്. ആദ്യത്തേതിൻ്റെ അന്ത്യം സമാധാനവും അനുഗ്രഹവും നിറഞ്ഞത്, രണ്ടാമത്തേതിൻ്റെ അന്ത്യം ശാപവും അസമാധാനവും നിറഞ്ഞത്. നിന്റെ വഴി ഏതാണെന്ന് യഥാർത്ഥമായും ശോധന ചെയ്യുക. ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണോ എന്നതാണ് ചോദ്യം. യശയ്യാപ്രവാചകൻ 28-ാം അധ്യായത്തിൽ നിന്റെ വഴികളെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമുണ്ട്. വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുവീൻ എന്നുള്ള സ്വരം കേൾപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ദൈവത്തിൻ്റെ വചനം ഉണ്ടാകുമ്പോൾ നമ്മുടെ പാതകളിലെല്ലാം ഈ പ്രകാശമുണ്ട്. നമ്മുടെ വഴിയെ സൂക്ഷിച്ചു നോക്കാൻ ദൈവത്തിൻ്റെ വചനം വിളക്കായി കൂടെയുണ്ട്. അതുകൊണ്ട് വഴി സൂക്ഷിച്ച് നോക്കാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിവസത്തിനായും അതിൻ്റെ സാധ്യതയ്ക്കായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ മാറ്റമില്ലാത്ത കൃപയും കരുണയും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. വഴി സൂക്ഷിച്ചു കൊള്ളുവാനും കോട്ട കാത്തുകൊള്ളുവാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും വഴികളിലൂടെ യാത്ര ചെയ്യാൻ സഹായിക്കണമേ. യേശു മിശിഹയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കാവലും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.